ആഴ്ച ബജറ്റ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയാണ്. നിർമ്മല സീതാരാമൻ റെക്കോർഡിലേക്കാണ്. കാര്യം 9ാമത്തെ ബജറ്റ് തുടർച്ചയായി അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന ഖ്യാതി കൂടിയാണ് നിർമ്മല സീതാരാമന് ഉണ്ടാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വർഷത്തിലാണ് ബജറ്റ് വരുന്നത്. സാധാരണ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ സമീപകാലത്തായി നാം കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. അതുകൊണ്ട് കേരളം നിരന്തരം ആവശ്യപ്പെടുന്നതാണ് കടപരിധി എടുക്കുന്നത് വർദ്ധിപ്പിക്കണം, കൂടുതൽ തുക കേരളത്തിന് വകയിരുത്തണം. കാര്യം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പലപ്പോഴായി കേരളത്തിന് അനുവദിക്കുന്ന തുക വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് അവർ കാരണമായി പറയുന്നത് ബീഹാറോ യു.പിയോ മധ്യപ്രദേശോ പോലെയല്ല, കേരളം പല രംഗങ്ങളിലും വലിയ തരത്തിലുള്ള ഒരു ഉന്നതി നേടിയ സംസ്ഥാനമാണ്. ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും കേരളത്തിന് മറികടക്കാനാവാത്ത തരത്തിലുള്ള റെക്കോർഡുകളാണ് കേരളം സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഒരു സംസ്ഥാനത്തിന് കൂടുതൽ തുക അനുവദിക്കേണ്ടതില്ല, മറിച്ച് കൂടുതൽ തുക പമ്പ് ചെയ്യേണ്ടിയിരിക്കുന്നത് ഇത്തരത്തിൽ വികസനം ഇനിയും എത്താത്ത സംസ്ഥാനങ്ങൾക്കാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണിത്. ഇപ്പോൾ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അടക്കമുള്ളവർ കേന്ദ്രത്തിലെത്തി അവർ സൂചിപ്പിക്കുന്നത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ കേരളത്തിനെ ശിക്ഷിക്കാൻ വേണ്ടി ഒരു കാരണമായി കാണരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് അർഹമായ രീതിയിൽ തുക നൽകണം. ഈ 16ാം ധനകാര്യ കമ്മീഷനാണ് ഇനി കേരളത്തിന് തുക നൽകാനുള്ളത്. ആ തരത്തിലുള്ള തുക കേരളത്തിനുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്.